അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. മർഹബൻ അഹ്ലൻ വസഹ്ലൻ. ഇത് നാം പരിചയപ്പെടുന്നത് സ്വലാത്തിനെ കുറിച്ചുള്ള ചില വിഷയങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്ത് കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബ് സയ്യിദുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ കിട്ടുന്ന ഗുണങ്ങളെ കുറിച്ചാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽ വളരെ ചെറിയ ഒരു മഹത്വങ്ങൾ മാത്രമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഒന്ന്, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നു. അള്ളാഹുവിനോട് സ്വലാത്തിന്റെ കാര്യത്തിൽ യോജിക്കുന്നു. അതുപോലെ മലക്കുകളും യോജിക്കുന്നു. ഒരു സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ചൊല്ലുന്നവന് അള്ളാഹു അവന് 10 സ്വലാത്ത് ലഭിക്കുന്നു. അവന്റെ 10 പദവി ഉയർത്തപ്പെടുന്നു. അതുപോലെ തന്നെ 10 ഗുണങ്ങൾ എഴുതപ്പെടും. അതോടൊപ്പം തന്നെ 10 പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുന്നു. ദുആക്ക് ഉത്തരം ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം ലഭിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിന് കാരണമാണ് ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത്. പാപങ്ങൾ പൊറുക്കാനും പോരായ്മകൾ പരിഹരിക്കപ്പെടാനും കാരണമാകുന്നു സ്വലാത്ത്. അവന് ആവശ്യമായത് മതിയാക്കാൻ കാരണമായി തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ ഇഷ്ക്, ആ മുഹബ്ബത്ത്, അവിടത്തുള്ള ആ ബന്ധം ഒന്ന് അടുപ്പിക്കാൻ നമുക്ക് സ്വലാത്ത് കൊണ്ട് കാരണമാകും. ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കാരണമാകുന്നതാണ് സ്വലാത്ത്. ചൊല്ലുന്നവന്റെ പരിശുദ്ധിക്ക് സ്വലാത്ത് നിദാനമാകും. മരണത്തിന് മുമ്പ് അടിമക്ക് സ്വർഗം കൊണ്ട സന്തോഷവാർത്ത ലഭിക്കാൻ കാരണമാകുന്ന സ്വലാത്ത്. അന്ത്യനാളിന്റെ കഠിനത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഈ സ്വലാത്ത് ഒരു കാരണമാണ്. സ്വലാത്ത് ചൊല്ലുന്നവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് മടക്കാൻ ഹേതുവാകും. മറന്ന കാര്യം ഓർമ്മിക്കാൻ സ്വലാത്ത് വഴിയാകും. സദസ്സ് ഭംഗിയാക്കാനും അന്ത്യനാളിൽ ഖേദിക്കാതിരിക്കാനും സ്വലാത്ത് ഒരു കാരണമാണ്. സ്വലാത്ത് ചൊല്ലുന്നവന് ദാരിദ്ര്യമില്ലാതിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്നവൻ ലുബ്ധൻ എന്ന ദുഷ്ടപേരിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാത്തവനാണ് ലോകത്തിൽ ഏറ്റവും വലിയ പേശിക്കരെന്ന് ഹബീബ് സയ്യിദുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാത്തവനായി അവിടുത്തെ പ്രാർത്ഥനയിൽ നിന്ന് രക്ഷപ്പെടും. സ്വലാത്ത് ചൊല്ലുന്നവൻ സ്വർഗപാതയിൽ സഞ്ചരിക്കും, അല്ലാത്തവൻ വഴിതെറ്റി സഞ്ചരിക്കും. ആകാശഭൂമിയുടെ ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്ത് ചൊല്ലുന്നവന് പ്രശംസ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ റഹ്മത്തിന് കാരണമാകും, ബർക്കത്ത് നിദാനമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹബ്ബത്ത് നിലനിൽക്കാനും അധികരിക്കാനും ഇതുവഴി ഈമാൻ പൂർണ്ണമാകാനും കാരണമാകും സ്വലാത്തിലൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹബ്ബത്ത് ഉണ്ടാവാൻ, അവിടുത്തെ ഇഷ്ക് ഉണ്ടാവാൻ സ്വലാത്തിലൂടെ സാധിക്കും. അടിമ നിർവഹിലാകാനും ഹൃദയം ജീവിക്കാനും സ്വലാത്ത് നിമിത്തമാകും. സ്വലാത്ത് ചൊല്ലുന്നവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒളിവാക്കപ്പെടുകയും അവിടെ വെച്ച് പറയപ്പെടുകയും ചെയ്യും. സിറാത്തിന്മേൽ പാദങ്ങൾ ഉറച്ചു നിൽക്കും. സിറാത്ത് എന്ന പാലം നമുക്കറിയാം. അതിലൂടെ സഞ്ചരിക്കുമ്പോൾ കാൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടപ്പാട് അല്പമെങ്കിലും വീട്ടപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു അനുഗ്രഹത്തിന് നന്ദിയാകും.
അല്ലാഹുവിന്റെ സ്മരണയും നന്ദിയും അവർ ചെയ്ത ഗുണം അറിയാനും സ്വലാത്തിലൂടെ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകുമെന്നതാണ് ഏറ്റവും വലിയ നേട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കൽ റബ്ബിയായ ശൈഖിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തും. ഇങ്ങനെ ഒട്ടനവധി സ്വലാത്തിന്റെ മഹത്വങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ എപ്പോഴും അവിടുത്തെ സ്വലാത്തുകൾ ചൊല്ലാൻ മുഅ്മിനീങ്ങളായ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഹബീബായ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമാക്കി തരുമാറാകട്ടെ. ഇത് ലോകത്ത് വിജയിക്കാനുള്ള കാരണമാക്കി തരുമാറാകട്ടെ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ ദിവസവും 100-ൽ കുറയാത്ത സ്വലാത്തെങ്കിലും ചൊല്ലണം എന്ന വസിയത്ത് ചെയ്തുകൊണ്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നതിന് മുമ്പ് ഹബീബായ തങ്ങളെ ഒരു വട്ടമെങ്കിലും സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഊസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.